ഹായ് ഗായ്സ്, രണ്ട് തുള്ളി ഈ ഒരു ക്രീം നിങ്ങൾ പുരട്ടി വരുവാണെങ്കിൽ നിങ്ങളുടെ മുഖം സ്വർണം പോലെ ബ്രൈറ്റ് ആയിട്ട് ജോലിക്കും കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല, അത്രയും സൂപ്പറായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് നാച്ചുറൽ ക്രീമാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഗായ്സ്, ഇത് നിങ്ങൾ ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ഭംഗിയായിരിക്കും നിങ്ങളുടെ മുഖം കാണാനായിട്ട് കേട്ടോ. നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയിട്ടിരിക്കും. ഇത് കുഞ്ഞു വാവകൾക്ക് മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാട്ടെ. നമ്മുടെ ന്യൂ ബോൺ ബേബീസ് ഇല്ല, അവർക്കൊക്കെ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. അവരെ നമ്മൾ എന്തായാലും എണ്ണ തേപ്പിച്ച് കിടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഈ ഒരു ക്രീം കൂടി അവരുടെ ദേഹത്തും മുഖത്തൊക്കെ പുരട്ടി കുളിപ്പിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് റിസൾട്ടായിരിക്കും, സൂപ്പർ റിസൾട്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് യങ്സ്റ്റേഴ്സിനും മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. എസ്പെഷ്യലി മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ സൂപ്പർ പെർഫെക്റ്റ് റിസൾട്ടായിരിക്കും അവർക്ക് കിട്ടുക. കാരണം അവർക്ക് ഉണ്ടാവുന്ന പ്രായം 10 കുറച്ച് കാണിക്കും. വേറെ ഒന്നുമല്ല, അവരുടെ ഫേസിൽ ഉണ്ടാവുന്ന ചുളിവും പാടുകളൊക്കെ കുറയ്ക്കാനായിട്ടും നമുക്ക് ഈ ഒരു ക്രീം ബെറ്റർ ആണ് കേട്ടോ. ബെറ്റർ റിസൾട്ടായിരിക്കും നമുക്ക് തരിക. ഇത് നമുക്ക് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ഗ്ലോ ആവാനും ബ്രൈറ്റൻ ആവാനായിട്ടും, അതുപോലെ ഇത് നിങ്ങൾ തുടർന്ന് ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ പാടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് നാൾക്ക് നാൾ സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നമുക്ക് ആദ്യം വേണ്ടത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പീര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സി ബൗളിനകത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യാതെ ഇതിനകത്തുള്ള ആ ഒരു തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ച് കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ആ തേങ്ങ ഒന്ന് കൈവച്ച് ഞെരടുമ്പോൾ തന്നെ നല്ല രീതിക്ക് പാൽ അതിനകത്ത് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൈകൊണ്ട് ഞെരടി എടുത്തിട്ട് അതിൻ്റെ പാൽ പിഴിഞ്ഞെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സി ബൗളിനകത്തിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞ് കൊണ്ടുവന്നാലും മതി കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കരുത്, അത് പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് അരച്ചെടുത്ത് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. നമുക്കിത് ഫ്രിഡ്ജിനകത്ത് ഒരു 10 ദിവസം വരെയൊക്കെ നോർമൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം വരെയൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഒത്തിരി നാൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീസറിലേക്ക് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അത് അല്പം നേരം പുറത്തെടുത്ത് വെച്ച് മെൽറ്റ് മീൻസ് നമ്മൾ ചൂടാക്കുകയല്ല, ജസ്റ്റ് അതങ്ങ് കുറച്ച് നേരം അങ്ങ് തണുപ്പ് പോകാനായിട്ട് വെക്കുകയാണെങ്കിൽ തന്നെ അത് ഓട്ടോമാറ്റിക് അങ്ങ് മെൽറ്റ് ആയിക്കോളും. ആ രീതിക്ക് എടുത്തിട്ട് നമുക്ക് തണുപ്പ് പോയതിനു ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരി നാളത്തേക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടിക്കൊടുക്കണമെങ്കിൽ കൂട്ടിക്കൊടുക്കുക. ഇനി ഈ ഒരു കട്ടിയുള്ള തേങ്ങാപ്പാലിനകത്തേക്ക് ഞാനിവിടെ കുങ്കുമപ്പൂവാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മുടെ സാഫ്രോൺ കേട്ടോ. സാഫ്രോൺ ഒരൊറ്റ പിഞ്ച് അത്രമാത്രം മതിയാകും കേട്ടോ. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരിക. ആദ്യം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തൊന്നും കാര്യമായിട്ട് കളറൊന്നും കിട്ടത്തില്ല. അല്പം നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് ആ കുങ്കുമപ്പൂവിൻ്റെ കംപ്ലീറ്റ് കളറും അതിനകത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആദ്യം നമ്മളിത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് പുറത്ത് വെക്കുക കേട്ടോ. എന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതങ്ങ് ഫ്രീസറിലോട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോട്ടേക്ക് അങ്ങ് സ്റ്റോർ ചെയ്യാനാണ്. നല്ല ഇച്ചിരി അങ്ങ് കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിന് പെട്ടെന്ന് സെറ്റ് ആവാൻ വേണ്ടി ഞാൻ ഫ്രീസറിലോട്ടേക്ക് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കണ്ടല്ലോ, നല്ല ഒരു കട്ടി പരുവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, ഇനിയൊന്നുമില്ല. നമുക്കിതങ്ങ് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിലേക്കും അതുപോലെ തന്നെ ബോഡിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് നമുക്കിത് ആക്നി പ്രോൺ സ്കിന്നുകാർ, ഓയിൽ സ്കിന്നുകാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരിത് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചിട്ട് നമ്മളിത് ഫുൾ ബോഡിയിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യാം. മാക്സിമം നമുക്കിത് 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ പിടിച്ച് കിട്ടുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇത് ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റനിങ് ആണ്. കാരണം നമ്മളിത് ഒരു തവണ ഉപയോഗിച്ച് കഴുകുമ്പോൾ തന്നെ നല്ല രീതിക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിക്ക് ഉപയോഗിച്ചിട്ട് ഓയിൽ സ്കിന്നുകാരും അതുപോലെ ആക്നി പ്രോൺ സ്കിന്നുകാരും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് കഴുകുന്ന നേരം അല്പം ഇളം ചുടുവെള്ളം ഉപയോഗിച്ച് കഴുകാനായിട്ട് നോക്കുക കേട്ടോ. അല്ലാതെ സ്കിൻ ടൈപ്പുകാർ ഒക്കെ നിങ്ങൾക്ക് നോർമൽ വാഷ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കടലമാവ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇച്ചിരി ഭയങ്കര ഓയിലി ആയിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കടലമാവ് ഉപയോഗിച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് വരിക കേട്ടോ. സോപ്പ് ഉപയോഗിക്കരുത്. സോപ്പൊക്കെ നമ്മളൊരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് ഫ്രിഡ്ജിലോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഞാൻ പറഞ്ഞു, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 7 അല്ലെങ്കിൽ 10 ദിവസം വരെ ഉപയോഗിക്കാം. അതല്ല ഫ്രീസറിലോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും. 1 മാസത്തിനുള്ളിൽ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് അതിനെ ഒന്ന് മെൽട്ടാക്കിയിട്ട്, അതായത് അതിൻ്റെ തണുപ്പൊക്കെ പോയി അത് വന്നതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഇത് സ്റ്റാർച്ച് പോലെയാണ്. നമ്മൾ സ്പൂണിൽ എടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ടിരിക്കും. പക്ഷെ നമ്മുടെ ഇത് കയ്യിലേക്ക് ഇട്ടിക്കുമ്പോൾ നമ്മുടെ സ്റ്റാർച്ച് ഇങ്ങനെ, നമ്മൾ പൊട്ടറ്റോ സ്റ്റാർച്ച് അതുപോലെ തന്നെ കോർണർ സ്റ്റാർച്ചൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയായിരുന്നു, സ്പൂണിൽ കോരി എടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും. പക്ഷെ അത് ഒഴിക്കുന്ന നേരം നമുക്ക് അങ്ങ് ലിക്വിഡ് ആയിട്ട് പോകും. ആ ഒരു ടൈപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് മറക്കാതെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. മാത്രമല്ല ഇത് നമുക്ക് ന്യൂ ബോൺ ബേബീസിനും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അവർ കുളിക്കുന്ന നേരം നമ്മൾ എന്തായാലും അവർക്ക് എണ്ണ തേച്ച് അവരെ കടത്താറുണ്ട്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും അവരെ കടത്താറുണ്ട്. അപ്പോൾ അന്നേരം നിങ്ങൾ ഈ ഒരു ക്രീം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ബേബീസിൻ്റെ സ്കിൻ ടോണൊക്കെ നന്നായിട്ട് വരും. നല്ല സോഫ്റ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നായിരിക്കും. മാത്രമല്ല നല്ല രീതിക്ക് ബ്രൈറ്റൻ ഔട്ടോ സ്കിന്ന്. കാരണം തേങ്ങാപ്പാലാണ്, അതുപോലെ തന്നെ കുങ്കുമപ്പൂവാണ്, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അടിപൊളി റിസൾട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.